എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. വീഡിയോയിലേക്ക് കിടക്കുന്നതിനും എനിക്ക് വലിയൊരു അപ്ഡേറ്റ് എനിക്ക് നമ്മുടെ ചാനലിൽ സംഭവിക്കുന്നത് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുണ്ട്. അത് എടുത്ത് പറയേണ്ട നമ്മുടെ ന്യൂസ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ന്യൂസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഫ്രണ്ട്സ് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും സൂപ്പർ ഹീറോസിന്റെ ഫോട്ടോസ് ഇടാറ്, ടൈറ്റിലൊക്കെ സൂപ്പർ ഹീറോസിന്റെ വെച്ചാൽ ഇടാറ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഹോളിവുഡിൽ സംഭവിക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും ന്യൂസൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ എന്താണ് പിക്ചറിലൊന്നും കാണിക്കാതെ അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന കുറേ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഒത്തിരി ആൾക്കാർ നേരിടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അതായത് പറഞ്ഞാൽ ഹീറോവേഴ്സ് മൊത്തത്തോടെ നമ്മൾ DC, മാർവൽ, ബാക്കിയുള്ള കോമിക് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ന്യൂസ്. ഇത് സിനിവേഴ്സ്. ഇതിനകത്ത് കൂടുതലും ഹോളിവുഡിൽ സംഭവിക്കുന്ന നമ്മുടെ ജനറൽ ആയിട്ടുള്ള മൂവീസ്, TV സീരീസ്, അതുകൂടാതെ തന്നെ ഗെയിംസ്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നത് തന്നെയായിരിക്കും. സോ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിനകത്തൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ മിക്സ് ആയില്ലെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ 80-90% സിനിവേഴ്സിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ജനറൽ ആയിട്ടുള്ള മൂവീസ്, ഹോളിവുഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ കോമിക് ബുക്ക് കയറി വരാനും സാധ്യത കൂടുതൽ തന്നെയാണ്. സെയിം കാര്യം തന്നെയാണ് ഹീറോവേഴ്സിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇനി നമ്മുടെ ചാനലിനകത്ത് ന്യൂസിന് വേണ്ടി സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാവുന്നത് തന്നെയായിരിക്കും. സോ സിനിവേഴ്സിലെയും ഹീറോവേഴ്സിലെയും ന്യൂസുകൾ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്ന തന്നെയാണ്. എല്ലാ ആഴ്ചയിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി തന്നെ. ആൻഡ് ഇനി എടുത്ത് പറയേണ്ട കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം. ആൻഡ് കഴിഞ്ഞ ഒറ്റ വീഡിയോയിൽ 100 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈവൻ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ചാനലിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നാൽ മാത്രമേ നമ്മുടെ ചാനലിന് ഗ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനലിനെ ഇതുവരെ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനലിന് വളരാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ടുകൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ നിങ്ങളെ കത്തി വയ്ക്കുന്നില്ല. ഇപ്പൊ തന്നെ കുറെ ഡ്യൂറേഷനായി ഈ പറഞ്ഞ പല അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു. സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ഓഫ് സിനിവേഴ്സിലേക്ക് നമുക്ക് തുടങ്ങാം. സോ ഹിയർ വി ഗോ. സോ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ന്യൂസിലേക്ക് തന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം. മറ്റൊന്നുമല്ല, യൂണിവേഴ്സൽ പിക്ചേഴ്സ് ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ ഫിലിം അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജുറാസിക് വേൾഡ് റീബർത്ത് എന്നാണ് സിനിമയുടെ ഈ ഒരു പുതിയ ഫ്രാഞ്ചൈസിയുടെ പേര് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഗാരത്ത് എഡ്വേർഡ്സ് ആണ് ഫിലിം ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. 2025 ജൂലൈ 2 ഫിലിമിന്റെ റിലീസ് ഡേറ്റ് അവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മേജർ കാസ്റ്റിലേക്ക് നമ്മൾ നോക്കിയാൽ സ്കാർലെറ്റ് ജോഹാൻസനും അതുകൂടാതെ തന്നെ മാർഷൽ അലിയാണ് മെയിൻ കാസ്റ്റിൽ വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫൈനലി മാർഷൽ അലിയുടെ ഒരു സിനിമ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുള്ളിക്കാരൻ ബ്ലേഡൊക്കെ മതിയാക്കിയിട്ട് ബ്ലാക്ക് വിഡോയുടെ കൂടെ പോയിട്ട് ഡൈനോസറിനെ പിടിക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. കാരണം നമ്മുടെ സ്റ്റീവൻ സ്പീൽബർഗിന്റെ ഫ്രാഞ്ചൈസ് നോക്കുവാണെങ്കിലും അതിന് ശേഷം ഇറങ്ങിയ ജുറാസിക് വേൾഡ് നോക്കുവാണെങ്കിലും ആദ്യത്തെ ഫിലിംസ് എല്ലാം നല്ലതായിരുന്നു. അതിന് ശേഷം നേരെ താഴത്തേക്ക് വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ പുതിയൊരു ജുറാസിക് വേൾഡ് റീബർത്തിന് വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതാണ്. സോ ഈ അടുത്തിടയ്ക്ക് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നമുക്ക് പീക്കി ബ്ലൈൻഡേഴ്സ് സീരീസിന്റെ ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിലിയാൻ മർഫി തന്നെയാണ് ഇതിനകത്ത് മെയിൻ കാസ്റ്റിനകത്ത് വരാൻ പോകുന്നത് തന്നെ. ആൻഡ് റീസെന്റ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ബാരി കിയോഗാനും കൂടി ഈ ഒരു കാസ്റ്റിന്റെ നിരയിലേക്ക് ജോയിൻ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. കാരണം സീരീസ് 1 ലെജൻഡറി തന്നെയാണ്. അതേപോലെ തന്നെ സിനിമയും ആകട്ടെ നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു അപ്ഡേറ്റിലേക്ക് നമുക്ക് നോക്കിയാൽ നിക്കോൾ കിഡ്മാൻ, അതായത് പുള്ളിക്കാരി തന്നെയാണ് ബാറ്റ്മാൻ ഫോറവറിനകത്ത് ബ്രൂസ് വെയിന്റെ ഗേൾഫ്രണ്ട് ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരി റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി ഈ ഒരു കോൺട്രാക്ട് തന്നെ സൈൻ ചെയ്തതിന്റെ ഏറ്റവും വലിയ റീസൺ അന്ന് ബാറ്റ്മാനെ ഉമ്മ വയ്ക്കാനായിരുന്നു. ബാറ്റ്മാന് ഉമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമയ്ക്ക് സൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ബാറ്റ്മാന് ഫോറവർ സിനിമയ്ക്കകത്ത് ഉമ്മ വയ്ക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരി ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് ഇല്ലാതെ ചെയ്യില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൊള്ളാം, നല്ല കാര്യം. സോ നമുക്ക് വീണ്ടും ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനെ കുറിച്ച് വേറെ കുറെ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റീസെന്റ് സോഷ്യൽ മീഡിയക്കകത്ത് റയാൻ റെനോൾഡ്സ് തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ഗാംബിറ്റ് സർവൈവ് ചെയ്യുന്ന ഒരു ഡിലീറ്റഡ് സീന്. ആൻഡ് റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് റയാൻ റെനോൾഡ്സിനോട് തന്നെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാന്. ആൻഡ് ഒഫീഷ്യലി ഞാൻ ഇതേ പറയുന്നുള്ളൂ, ഗാംബിറ്റ് സർവൈവ് ചെയ്തു. അത് ആരാണ് പുള്ളിക്കാരനെ രക്ഷപ്പെടുത്തിയത്? ഇനി ഡോക്ടർ സ്ട്രേഞ്ച് തന്നെ ഡയറക്ട്ലി വന്ന് വോയിഡിൽ നിന്ന് രക്ഷപ്പെടുത്തിയാണോ ഇല്ലയോ നമുക്ക് അറിയില്ല.
സോ എന്താണെങ്കിലും ക്യാനൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഡിലീറ്റഡ് സീനിലേക്ക് ആക്കിപ്പോയി അവരുടെ റൺ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയാം, നമുക്ക് നേരെ ഈ ആഴ്ചയിലെ ബോക്സ് ഓഫീസിലേക്ക് നമുക്ക് നോക്കാം. ഹോളിവുഡിൽ ഏതൊക്കെ സിനിമയാണ് ഹയസ്റ്റ് ഗ്രോസ് ചെയ്യുന്നതെന്ന്. ഒരിക്കൽ കൂടി ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ വീണ്ടും ഹയസ്റ്റ് ഗ്രോസിംഗ് പിക്ചേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 1 ഇപ്പോൾ കറന്റ് ഈ ആഴ്ചയിൽ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ തന്നെയാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഏലിയൻ റോംലസും വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ മറ്റൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടാണ്, ദ ക്രോ സിനിമയ്ക്ക് പറക്കാൻ പോലും പറ്റാതെ നേരെ താഴെ വീണ് ചത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അമ്മാതിരി ഫ്ലോപ്പ് ആയിരുന്നു ആ ഒരു സിനിമ. സോ ബോക്സ് ഓഫീസിൽ നമുക്ക് ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതുകൂടാതെ നമ്മുടെ എവർ ഗ്രീൻ സൂപ്പർമാൻ ആയിട്ടുള്ള ക്രിസ്റ്റഫർ റീവിന്റെ ഒരു ബയോപിക്കിന്റെ ഒരു ട്രെയിലർ നമുക്ക് റീസെന്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ ഒരു സൂപ്പർമാൻ്റെ റോളിന് ശേഷം പുള്ളിക്കാരൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ, എങ്ങനെയാണ് പുള്ളിക്കാരൻ പാരലൈസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ ചലഞ്ചസ് പുള്ളിക്കാരൻ്റെ ലൈഫിൽ നേരിട്ടു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ആ ഒരു സിനിമയും നമുക്ക് അടുത്ത് തന്നെ ആ ഒരു ഡോക്യുമെൻ്ററി സിനിമയും തന്നെ ഇറങ്ങുന്നത് നമുക്ക് എന്താണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. കാരണം പുള്ളിക്കാരന് എപ്പോൾ നമ്മൾ സൂപ്പർമാൻ എന്ന് പറഞ്ഞൊരു കാര്യം ആലോചിക്കുമ്പോഴും ഒരു എവർ ഗ്രീൻ ആയിട്ടുള്ള സൂപ്പർമാൻ അത് എപ്പോഴും ക്രിസ്റ്റഫർ റീവ് തന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ ട്രെയിലേഴ്സിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോണിക് ദ ഹെഡ്ജോഗ് 3യുടെ ഒരു ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ട്രെയിലറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിക്കിൻ്റെ തന്നെ ഏറ്റവും വലിയ ആർച്ച് റൈവൽ ആയിട്ടുള്ള ഷാഡോ നമുക്ക് ഈ ഒരു ട്രെയിലറിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് മറ്റാരുമല്ല ഷാഡോയുടെ വോയിസ് ഓവർ ചെയ്തിട്ടുള്ളത് ദ ലെജൻഡ് ഹിംസെൽഫ് കിയാനു റീവ്സ് തന്നെയാണ്. സോ നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷിക്കാം സോണിക്കിന്റെ ഈ ഇറങ്ങാൻ പോകുന്ന സിനിമ വൻ പൊളി ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെ. ഇറങ്ങിക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാം എങ്ങനെയായിരിക്കും. എന്തായാലും ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന 2 സിനിമകളും അത്യാവശ്യം മോശമൊന്നും അല്ലായിരുന്നു. ഇനി നമ്മൾ നേരെ TV സീരീസിലേക്ക് നോക്കുകയാണെങ്കിൽ ആമസോൺ പ്രൈമിന്റെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിട്ടുള്ള TV സീരീസിന്റെ 2ാം സീസൺ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, റിങ്സ് ഓഫ് പവർ തന്നെയാണ്. സീസൺ 1 ക്രിട്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മീഡിയോക്കർ ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയായിരുന്നു. പക്ഷേ സീസൺ 2ന്റെ റിവ്യൂസ് ഒക്കെ നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് സീസൺ 1 കിട്ടിയ റേറ്റിങ്ങിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഈ ലോർഡ് ഓഫ് ദ റിങ്സ് ഓഫ് പവർ കാണാറുണ്ടോ? സീസൺ 2നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതെ. സോ അതുകൂടാതെ തന്നെ നമുക്ക് ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ സീസൺ 2നെ കുറിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ് അതിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള RR മാർട്ടിന്റെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് സീസൺ 2 വൻ തോൽവിയായി എന്നുള്ളതിന് ഒരു അഭിപ്രായം പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണോ ഇതിനകത്ത് തെറ്റായിട്ട് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളെ ഡിസപ്പോയിന്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ എഴുതാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ ഒരു റീസെന്റ് ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം പുള്ളിക്കാരൻ എഴുതി തൊലയ്ക്കാതിരുന്നാൽ മതി. ഗെയിം ഓഫ് ത്രോൺസിന്റെ ലാസ്റ്റ് സീസൺ നമ്മൾ കണ്ടായിരുന്നല്ലോ. അല്ല, അത് പുള്ളിക്കാരൻ്റെ ഇതല്ലല്ലോ, പുള്ളിക്കാരൻ്റെ ആവിഷ്കരണം മറ്റവർ രണ്ടുപേരും ചെയ്തില്ല, അതായിരുന്നു സംഭവിച്ചത്. നമുക്ക് പ്രതീക്ഷിക്കാം പുള്ളിക്കാരൻ നല്ല രീതിയിൽ എഴുതി പിടിപ്പിക്കും. സീസൺ 3 ബെറ്റർ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇതാണ് നമുക്ക് RR മാർട്ടിനെ കുറിച്ച് ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ പുതിയ സീസൺ 2നെ കുറിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. സോ ഈ അടുത്തിടയ്ക്ക് നെറ്റ്ഫ്ലിക്സിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ടെർമിനേറ്റർ ഫ്രാഞ്ചൈസിയിൽ തന്നെ വന്നിട്ടുള്ള പുതിയൊരു ആനിമേറ്റഡ് സീരീസ് തന്നെയാണ് ടെർമിനേറ്റർ 0. ആൻഡ് ഇതുവരെ നമുക്ക് ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള എല്ലാ ടെർമിനേറ്റർ സിനിമകളും വൻ ശോകം തന്നെയായിരുന്നു. അത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു സീരീസ് അത്യാവശ്യം ബെറ്റർ ആണെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ സീസൺ 1 നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിനകത്ത് സ്ട്രീം ചെയ്യാവുന്നത് തന്നെയാണ്. സോ നിങ്ങൾ കണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ഈ ആഴ്ചയിൽ നമുക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കുന്ന മൂവീസിലേക്ക് നമുക്ക് നോക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് എം നൈറ്റ് ഷൈമാൻ്റെ ട്രാപ്പ് എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ഈ ആഴ്ച നമുക്ക് എന്താണെങ്കിലും സ്ട്രീം ചെയ്യാൻ തന്നെയാണ്. ആൻഡ് റീസെന്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബോർഡർ ലാൻഡ്സ്, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. വൺ ഓഫ് ദ വേർസ്റ്റ് ഗെയിമിങ്ങിൻ്റെ അഡാപ്ഷനിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു ബോർഡർ ലാൻഡ്സ്. നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ അതിപ്പോൾ കറന്റ് സ്ട്രീമിങ്ങിൽ അവൈലബിൾ തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയിലെ നമ്മുടെ സിനിവേഴ്സ് ന്യൂസിൽ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നമ്മുടെ ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.